വയനാട് വെള്ളമുണ്ടയിലെ അരുംകൊലയിൽ പ്രതിയുടെ ഭാര്യയും സംശയമുനയിൽ. ഉത്തർപ്രദേശ് സഹറൻപൂർ സ്വദേശിയായ മുഹമ്മദ് ആരിഫും ഭാര്യ സേബുമാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇവരുടെ സുഹൃത്ത് മുഖീബിനെയാണ് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം വെട്ടി നുറുക്കി ബാഗിലാക്കി മുളിത്തോട് പ്രദേശത്ത് ഉപേക്ഷിക്കാൻ ശ്രമം നടന്നത്. വെള്ളിലാടിയിലെ വാടക ക്വാർട്ടേഴ്സിലായിരുന്നു കൊലപാതകമെന്നാണ് പോലീസ് പറയുന്നത്. ഇന്നലെ രാത്രിയാണ് നാടിന് നടുക്കിയ കൊടും കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. രാത്രിയിൽ 2 ബാഗുകളിലാക്കി മൃതദേഹഭാഗങ്ങളുമായി മുഹമ്മദ് ആരിഫ് പെട്ടി ഓട്ടോറിക്ഷയിൽ മൂളിത്തോട് പാലത്തിനടുത്തെത്തി. 2 ഭാഗത്തായി ബാഗുകൾ വലിച്ചെറിഞ്ഞു. ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന അസം സ്വദേശിയായ യുവാവ് ഓട്ടോ ഉടമയോട് ഇക്കാര്യം പറഞ്ഞു. ഇതോടെയാണ് പോലീസിൽ വിവരം ലഭിക്കുന്നത്. മുഹമ്മദ് ആരിഫിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതിയും കൊല്ലപ്പെട്ട മുബീഖും ഉത്തർപ്രദേശ് സ്വദേശികളാണ്. മുബീഖിന് തന്റെ ഭാര്യയുമായി ബന്ധമുണ്ടെന്ന സംശയമാണ് കൊലയ്ക്ക് കാരണമെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. മുഹമ്മദ് ആരിഫും മുബീഖും ഒരു ക്വാർട്ടേഴ്സിലാണ് താമസിച്ചിരുന്നത്. ഒരാഴ്ച മുമ്പ് മുബീഖ് താമസം മാറി. രാവിലെ ഇവിടെ നമ്മൾ അങ്ങാടിയിട്ടുണ്ട്, ഉച്ചക്ക് പള്ളിയിൽ കണ്ടവരുണ്ട്, ജുമയ്ക്ക് പള്ളിയിലുണ്ട്, മാരിവിനോട് പള്ളിയിലുണ്ട്. ഒരു 8 മണിക്ക് ശേഷമാണ് മുന്നേ എന്താക്കുന്നത് കൊണ്ടുപോയിട്ട് ഉപേക്ഷിച്ച് വരുന്നത്. പണിസ്ഥലത്ത് നിന്ന് ഈ മുക്കീബിനെ വിളിച്ചു വരുത്തിയെന്ന് അറിയാൻ കഴിഞ്ഞത്. മുക്കീബിനെ വിളിച്ചു വരുത്തി മുക്കീബ് റൂമിൽ കയറുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ തിരിച്ചാരും ഇറങ്ങുന്നത് കണ്ടിട്ടില്ല. കൊല നടത്തിയ ശേഷം മൃതദേഹം കഷ്ണങ്ങളാക്കി ബാഗിൽ നിറച്ചു. കോട്ടയിൽ ശുചീകരിച്ചു. ഇതിനെ സഹായം ചെയ്തത് ഭാര്യ സൈബാണെന്ന് പോലീസിന് സൂചനകൾ ലഭിച്ചു. മുജീബിന്റെ സുഹൃത്തുക്കളും ഈ സംശയം ഉന്നയിക്കുന്നുണ്ട്. वो एक आदमी को ऐसा अकेला नहीं कर सकते, उसका साथ में कोई पक्का आदमी है, वो यही पूछना चाहिए उसके साथ में कौन आदमी है कौन नहीं है. वो 2 आदमी तो है, उसका बीबी और वो तीसरा आदमी कौन है वो हमको मालूम होना चाहिए. पुलिस स्टेशन में भी उसको वो बोला है वो कत्ल किया है, लेकिन उसके साथ में दूसरा भी कोई आदमी ऐसा फॉल्ट है कुछ, वो पूरा मालूम होना चाहिए. ഇന്ന് ഭാര്യയുമായി നാട്ടിൽ പോകും എന്നായിരുന്നു മുഹമ്മദ് ആരിഫ് നാട്ടുകാരോട് പറഞ്ഞിരുന്നത്. ഏതാനും ദിവസങ്ങളായി ഇയാൾ അസ്വസ്ഥനായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സുരേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. 24 വയനാട്.